ഹായ് ഓൾ. നമ്മുടെ CBSE ബോർഡ് എക്സാം ഇങ്ങനെ അടുത്ത് വരികയാണ് അല്ലേ? ഇപ്പോൾ നമ്മുടെ റിവിഷനൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ബയോളജിയിലെ കുറച്ച് ചാപ്റ്റർ, അതിലെ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം നമുക്ക് റിവൈസ് ചെയ്യാം, സ്മാർട്ടായി റിവൈസ് ചെയ്യാം. വി ക്യാൻ ഓൾസോ റാക്കപ്പ് പോയിന്റ്സ്. റെഡിയാണോ? റെഡിയല്ലേ? യെസ്. നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്: ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്, എവല്യൂഷൻ, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി. എക്കോളജി ചാപ്റ്റർ ആയിരിക്കുന്ന ബയോഡൈവേഴ്സിറ്റി. ഇപ്പോൾ റെഡിയാണോ? നിങ്ങളിവിടെ കാണാം, നിങ്ങൾക്ക് കാണാം നമ്മുടെ CBSE ബോർഡ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത. പല വർഷങ്ങളിലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പം ഓരോ ചാപ്റ്ററിലും ചെറിയ വേരിയേഷൻ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷന് വരാറുണ്ട്. ഇപ്പോൾ ഇവിടെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു സ്കോറാണ്, നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്കോറാണ് ഈ ഓരോ ചാപ്റ്ററിൽ നിന്നും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ 5 മാർക്കാണ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് 4 മാർക്കാണ്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് 6 മാർക്ക്, എവല്യൂഷൻ 6 മാർക്ക്, ബയോഡൈവേഴ്സിറ്റി 4 മാർക്ക്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം വെയിറ്റേജ് കൂടിയ 2 ചാപ്റ്ററുകൾ, പ്രധാനപ്പെട്ട 2 ചാപ്റ്റർ ഉണ്ട്, എവല്യൂഷനും ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസും. ഓക്കെ, അപ്പം നമ്മുടെ സുവോളജി ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചാപ്റ്റേഴ്സാണ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അതിൽ നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, പിന്നെ റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പല വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ നോക്കുമ്പം നമുക്ക് കാണാൻ പറ്റുക ചില ഏരിയാസിൽ സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്നതായിട്ട് കാണാം. അതിലൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഈ കാണുന്ന സെക്ഷണൽ വ്യൂ ഓഫ് ഓവറി. ഓക്കെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് ഓവറി അല്ലേ? അതിൽ ഈ ഒരു ഫിഗർ നമ്മുടെ NCERT-യിലുള്ള ഒരു ഡയഗ്രമാണ്. അപ്പോൾ ഇതിൻ്റെ ലേബലിങ്ങും ഇത് വരയ്ക്കാനും കൂടെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഇതിനകത്ത് സെക്ഷണൽ വ്യൂവിനകത്ത് നമുക്ക് പല സ്ട്രക്ചേഴ്സ് കാണാം അല്ലേ? പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ട്, നോക്കിയേ ബ്ലഡ് വെസൽസ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് പ്രൈമറി ഫോളിക്കിൾസ് ആണ്. പിന്നെ വരിക ഈ പ്രൈമറി ഫോളിക്കിൾ പിന്നെ സെക്കൻഡറി ഫോളിക്കിൾ ആവുന്നുണ്ട്. പിന്നെ ടെർഷറി ഫോളിക്കിളിൻ്റെ ഉള്ളിൽ ആൻഡ്രം പ്രസന്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഈ മച്ചുർ ആവുന്ന ടെർഷറി ഫോളിക്കിളാണ് ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറുക. മാറുന്നത് ഈ ഗ്രാഫിയൻ ഫോളിക്കിള് പിറ്റ്യൂട്ടറി ഹോർമോൺ ആയിരിക്കുന്ന LH സർജ് സംഭവിക്കുമ്പം എന്താ പറ്റുക? അത് എന്താണ്? റപ്ചർ ആയിട്ട് അതിൽ നിന്നാണ് ഓവം റിലീസ് ചെയ്യുക. ആ പ്രോസസ്സിന് എന്നാ പറയുന്നത്? ഓവുലേഷൻ. പഠിച്ചു വെച്ചേക്കണേ. ഇത് ഓൾറെഡി നമ്മൾ റിവൈസ് ചെയ്തല്ലേ, പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു ഏരിയ നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്ത് ഒന്നുകൂടെ പഠിക്കുക കേട്ടോ. അപ്പം റപ്ചർ ചെയ്ത് ഓവം റിലീസ് ചെയ്യുന്നു. അങ്ങനെ ആ റിമൈനിങ് പാർട്സ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായിട്ട് മാറും? ഇവിടെ കാണാം, കണ്ടോ? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറുന്നു. ഓക്കെ, കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫംഗ്ഷൻ എന്താ? റിലീസിങ് ഓഫ് പ്രൊജസ്ട്രോൺ. ഓർത്ത് വെക്കുക, പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുക. അതായത് എൻഡോമെട്രിയൽ വാള്, യൂട്രസിൻ്റെ ഇന്നർ വാളായിരിക്കുന്ന എൻഡോമെട്രിയൽ വാള് മെയിൻറ്റെയിൻ ചെയ്ത് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫങ്ഷൻസ് ഒക്കെ നടത്തുന്നത് ഈ പറഞ്ഞ കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊജസ്ട്രോൺ ആണ്. ഓക്കെ, പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമ്മൾ ഈ ഡയഗ്രാം എന്താണ്? പ്രൈമറി ഫോളിക്കിൾസ് ഡെവലപ്പ് ആകുന്നത്, അതിൻ്റെ ലേബലിങ്, സ്ട്രക്ചർ വരയ്ക്കാൻ കേട്ടോ പഠിച്ചു വെക്കുക. പറയാൻ കാരണമുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പം ഇതേ ഏരിയ റിപ്പീറ്റഡ് ആയിട്ട് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കണ്ട ഒരു ക്വസ്റ്റ്യൻ, ഡ്രോ എ സെക്ഷണൽ വ്യൂ ഓഫ് ഹ്യൂമൻ ഓവറി ഷോയിങ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്പിംഗ് ഫോളിക്കിൾസ്, കോർപ്പസ് ലൂട്ടിയം ആൻഡ് ഓവുലേഷൻ. അതിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഈ ഒരു സ്ട്രക്ചർ. നമ്മുടെ ടെക്സ്റ്റിലുള്ള ലേബലിങ് ഇത് വരയ്ക്കുക, ലേബലിങ് കൃത്യമായിട്ട് ചെയ്യുക. ഈ ഒരു പ്രോസസ്സാണ് ഓവുലേഷൻ കേട്ടോ. ഈ ഒരു പ്രോസസ്സാണ് ഓവുലേഷൻ. റിലീസിങ് ഓഫ് ഓവം ഫ്രം ദ മച്ചുവർ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ LH ആണ്. LH ആ എഫക്റ്റിന് പറയും LH സർജ് എന്ന് പറയും. ഓക്കെ അല്ലേ? ആ ഒരു ഏരിയ പഠിച്ചു വെക്കുക. വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കാണാം, വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ, ഡ്രോ എ സെക്ഷണൽ വ്യൂ ഓഫ് ഹ്യൂമൻ ഓവറി ഷോയിങ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്പിംഗ് ഫോളിക്കിൾസ്, കോർപ്പസ് ലൂട്ടിയം ആൻഡ് ഓവുലേഷൻ. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ എ ട്രൈഗൺമെട്രിക് സെക്ഷണൽ വ്യൂ ഓഫ് ഓവറി ഓഫ് ഹ്യൂമൻ ഫീമെയിൽ, ലേബൽ ദ ഫോളോയിങ്. കണ്ടോ, ബ്ലഡ് വെസൽസ് ലേബൽ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നു. നമ്മൾ ആ ഫിഗർ കണ്ടതാ, ബ്ലഡ് വെസൽസ് അല്ലേ? പ്രൈമറി ഫോളിക്കിൾ, ടെർഷറി ഫോളിക്കിൾ, ഓവം എവിടെയാണെന്ന് ശ്രദ്ധിച്ചായിരുന്നോ? ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് വരുന്നതാണ് ഓവം. കണ്ടോ, ഓർത്ത് വെക്കുക, ലേബൽ ചെയ്യുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, അറ്റ് വിച്ച് സ്റ്റേജ് ഓഫ് ദ ലൈഫ് ആർ പ്രൈമറി ഫോളിക്കിൾസ് ഫോംഡ് ഇൻ ഹ്യൂമൻ ഫീമെയിൽ?
ഹ്യൂമൻ ഫീമെയിലിൽ ഏത് സ്റ്റേജിലാണ് പ്രൈമറി ഫോളിക്കിൾസ് ഡെവലപ്പ് ആകുന്നത്? ഏത് സ്റ്റേജിലാണ്? മറന്നു പോയേക്കരുത് കേട്ടോ, ഓർത്ത് വെച്ചോണം. ഏത് സ്റ്റേജിലാ? ബിഫോർ ബർത്ത് ആണ്, എംബ്രിയോണിക് സ്റ്റേജിലാണ് കേട്ടോ. എംബ്രിയോണിക് സ്റ്റേജിലാണ്, മറന്നു പോയേക്കരുത്. പ്രൈമറി ഫോളിക്കിൾസ് എല്ലാം ഡെവലപ്പ് ആകുന്നത് എംബ്രിയോണിക് സ്റ്റേജ് വെച്ചിട്ടാണ്. പിന്നീട് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് പിന്നെ സെക്കൻഡറി ഫോളിക്കിളൊക്കെ ഡെവലപ്പ് ആകുന്നത്, ആ പ്രോസസ്സൊക്കെ തുടങ്ങുന്നത് പ്യൂബർട്ടിയിലാണ്. പ്രൈമറി ഫോളിക്കിൾസ് എല്ലാം തന്നെ എപ്പോൾ ഡെവലപ്പായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്? ബർത്തിന് മുമ്പ് തന്നെ കേട്ടോ, എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ, മറന്നു പോയേക്കരുത്, ഓർത്ത് വെക്കുക. ഇനിയും അറ്റ് വിച്ച് സ്റ്റേജ് തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഇവൻറ്റ്സ് ബോത്ത് ഹോർമോണൽ ആൻഡ് സ്ട്രക്ചറൽ ദാറ്റ് ഒക്കർ ഇൻ ദ ടൈം ഓഫ് ഓവുലേഷൻ ടിൽ ദ ഓൺസെറ്റ് ഓഫ് നെക്സ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ. ഈ ഓവുലേഷന് മുമ്പും ഓവുലേഷൻ കഴിഞ്ഞും പല പ്രോസസ്സുകളുണ്ട്. അത് സ്ട്രക്ചറൽ ആയിട്ടുള്ള പ്രോസസ്സുകളും ഉണ്ട്, ഹോർമോണൽ ആയിട്ടുള്ള ചേഞ്ചസും ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനകത്ത് പഠിക്കുന്നുണ്ട്. പിറ്റ്യൂട്ടറി ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഒവേറിയൻ ഹോർമോൺസ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും, അതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ഓരോ ഹോർമോണും ഓരോ സ്റ്റേജിലും പല ഫംഗ്ഷനാണ് ഉള്ളത്. അതായത് ഇപ്പം മെൻസ്ട്രൽ ഫേസ് കഴിഞ്ഞിട്ട് ഫോളിക്കുലാർ ഫേസ് ആണ്. ഫോളിക്കുലാർ ഫേസിൽ എന്താണ് ഫോളിക്കിളിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുക. അതിനുശേഷം ഓവുലേറ്ററി ഫേസ് ആകുമ്പോൾ ഓവുലേഷൻ നടക്കുന്നു. LH സർജ്, LH എന്ന് പറഞ്ഞാൽ ലൂട്ടനൈസിങ് ഹോർമോൺ, പിറ്റ്യൂട്ടറി ഹോർമോൺ കൂടുതലായിട്ട് റിലീസ് ചെയ്യുന്നു. അപ്പോൾ നടക്കുന്ന സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത് ഗ്രാഫിയം ഫോളിക്കിൾ റപ്ചർ ആവും. പിന്നീട് നടക്കുന്ന സെക്രട്ടറി ഫേസ് ആണ്, അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ് ആണ്. ഓക്കെ, അവിടെ പ്രൊജസ്ട്രോൺ, ക്രോപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോണെ സെക്രീറ്റ് ചെയ്യുന്നു, അങ്ങനെ ഹോർമോണൽ ചേഞ്ച് ഉണ്ട്. അതിനുശേഷം പിന്നീടും വീണ്ടും മെൻസ്ട്രൽ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ മെൻസ്ട്രൽ സൈക്കിളും ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. യെസ്, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഇതെന്താ ഈ കാണുന്നത്? ഡയഗ്രത്തിൽ കാണുന്നത് എന്താ? ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് കേട്ടോ. സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ഇംപ്ലാന്റേഷൻ തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഈ ഒരു ഫോമിലായിരിക്കാം. ബ്ലാസ്റ്റോസിസ്റ്റിലെ 2 പാർട്സ് ലേബൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സും വൈയും കൊടുത്തിട്ടുണ്ട് അല്ലേ. എക്സും വൈയും എന്താണ്? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്. ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് ഫിഗറിലുള്ളത്. ഇനിയും സെക്കൻഡ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ദെയർ നോർമൽ പ്രഗ്നൻസി ഓഫ് എ വുമൺ. ഈ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കും? യൂട്രസിലായിരിക്കും. യൂട്രസിന്റെ ഇന്നർ വാളായിരിക്കുന്ന ഈ എൻഡോമെട്രിയത്തിലേക്ക് ഇംപ്ലാന്റഡ് ആകുന്ന തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, യൂട്രസ് ആണ്. ഇനിയും റൈറ്റ് വൺ ഫംഗ്ഷൻ ഓഫ് ഈച്ച് ഓഫ് ദ 2 പാർട്സ് ലേബിൾഡ് എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈയുടെ ഫംഗ്ഷൻ ആണ്. എക്സ് എന്ന് പറയുന്നത് എന്താ? ട്രോഫോബ്ലാസ്റ്റ് ആണ്, ട്രോഫോബ്ലാസ്റ്റ് ലെയർ ആണ്. വൈ എന്ന് പറയുന്നത് ഇന്നർ സെൽ മാസ് ആണ്, ഇന്നർ സെൽ മാസ്. ഈ ട്രോഫോബ്ലാസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ എൻഡോമെട്രിയത്തിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെ അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലെയർ ആണ് ട്രോഫോബ്ലാസ്റ്റ്. ഓക്കെ, ഇന്നർ സെൽ മാസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഓർ ഇറ്റ് ഡിഫറൻഷിയേറ്റ് ആസ് എംബ്രിയോ ആയിട്ട് മാറുന്നത് ഈ ഇന്നർ സെൽ മാസ് ആണ്. ഓക്കെ, ആ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. യെസ്, ഇനിയും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഉണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ സെക്ഷണൽ വ്യൂ, അതിലെ സ്ട്രക്ചറും ഡയഗ്രമും അതിൻ്റെ ലേബലിങ്ങും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡയഗ്രത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ്. മെയിൽ മേജർ പ്രൈമറി ഓർഗൺ ഏതാണ്? സെക്സ് ഓർഗൺ ഏതാണ്? ടെസ്റ്റിസ് ആണ് അല്ലേ. ടെസ്റ്റിസിനുള്ളിൽ ഈ 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിന് എന്നാ പറയുന്നത്? ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് അല്ലേ, ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനുള്ളിൽ എന്താണ് 1, 2, 3 ലോബ്യൂൾസ് ഉണ്ട്. സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് റെക്റ്റഡ് ടെസ്റ്റിസ് വഴി വാസ എഫറൻഷ്യയിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിലെ ഡക്റ്റുകൾ ഏതൊക്കെയാണ്? റെക്റ്റഡ് ടെസ്റ്റിസ് ഉണ്ട്, അതുപോലെ തന്നെ വാസ എഫറൻഷ്യ ആണുള്ളത്. റെക്റ്റഡ് ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, പിന്നെ ഉള്ളത് എപ്പിഡിഡൈമിസ് ആണ്. 4മത്തത് വാസ് ഡെഫറൻസ്. ഓക്കെ, സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് റെക്റ്റഡ് ടെസ്റ്റിസ് വഴി പിന്നെ ഓപ്പണിങ് എങ്ങോട്ടാണ്? വാസ എഫറൻഷ്യ ആണ്. റെക്റ്റഡ് ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, ദെൻ വാസ് ഡെഫറൻസ്. ഇത് 4മാണ് ഹ്യൂമൻ ഡക്റ്റ് സിസ്റ്റം, ഹ്യൂമൻ മെയിലിലെ ഡക്റ്റ് സിസ്റ്റം. ഓർത്ത് വെച്ചോണം കേട്ടോ, ഈ 4 ഓർത്ത് വെക്കുക. അതുപോലെ ഇതിൻ്റെ ലേബലിംഗ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇതിൽ നിങ്ങൾക്ക് കാണാം ടെസ്റ്റിസ്, ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ലേബൽ ചെയ്തിട്ടുണ്ട്. റെക്റ്റഡ് ടെസ്റ്റിസ് ഓർത്ത് വെക്കുക, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ് കണ്ടോ, എപ്പിഡിഡൈമിസ് ഈ ട്യൂബാണ് വാസ് ഡെഫറൻസ്.
ഓക്കെ, അതുപോലെ തന്നെ അതിൽ നമുക്ക് ഗ്ലാൻഡുകളുമുണ്ട്. സെമിനൽ വെസിക്കിൾ, പോസ്ട്രേറ്റ്, ബൾബോ യൂറിത്തർ ഗ്ലാൻഡ്. 3 ഗ്ലാൻഡുകൾ ഓർത്ത് വെക്കുക. അതിൽ പെയ്ഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? സെമിനൽ വെസിക്കിളും ബൾബോ യൂറിത്തർ ഗ്ലാൻഡുമാണ്. അൺപെയ്ഡ് ആയിട്ടുള്ളത് പോസ്ട്രേറ്റ് ആണ്. അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതിൽ വന്നേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ. ഡ്രോ ദ ലേബൽ ഡയഗ്രാം ഓഫ് ഷോ ഇന്റർ റിലേഷൻഷിപ്പ് ഓഫ് 4 ആക്സസറി ഡക്ട്സ് ഇൻ ആൻഡ് ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ചോദിക്കാം കേട്ടോ, വരയ്ക്കാൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ലേബൽ ചെയ്യാനും വരയ്ക്കാനും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി മറ്റൊരു ഏരിയ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് മെൻസ്ട്രൽ സൈക്കിൾ. ഈ ഒരു ഗ്രാഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസും ഒവേറിയൻ ഹോർമോൺസിനെയും കാണിക്കുന്ന ഗ്രാഫ്. അതിൽ ഓരോ ഫേസുകളുണ്ട് അല്ലേ. ആദ്യത്തെ ഫേസ് മെൻസ്ട്രൽ ഫേസ് ആണ്. 28 ഡേയ്സ് സൈക്കിളിൽ ആദ്യത്തെ ഒരു 5 ഡേയ്സ് 5 to 7 എന്നൊക്കെ പറയുന്ന മെൻസ്ട്രൽ ഫേസ് ആണ്. ഓക്കെ, അതിന് ശേഷം പിന്നെ വരുന്ന ഫേസ് ഫോളിക്കുലാർ ഫേസ്. ഫോളിക്കുലാർ ഫേസിൽ ഫോളിക്കിൾസ് ഡെവലപ്പ് ആവുകയാണ്. അവിടെ നിങ്ങൾക്ക് കാണാം ഈസ്ട്രോജൻ്റെ ലെവൽ പതിയെ കൂടുന്നതായിട്ട് കാണാം. ഈസ്ട്രോജൻ്റെ ലെവൽ കൂടുന്നു, LH പതിയെ കൂടുന്നു. ആ ഒരു ഫേസിൽ ഫോളിക്കുലാർ ഡെവലപ്മെൻ്റ് ആണ്. പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിൾ ആവുന്നു, സെക്കൻഡറി ഫോളിക്കിൾ ടെർഷറി ഫോളിക്കിൾ ആവുന്നു. അത്യാവശ്യം മച്ചുവർ ആയിരിക്കുന്ന ടെർഷറി ഫോളിക്കിളിനെ നമ്മൾ ഗ്രാഫിയം ഫോളിക്കിൾ എന്ന് പറയും അല്ലേ. ഈ ഗ്രാഫിയം ഫോളിക്കിൾ റപ്ചർ ആവുന്നതായിട്ട് ഇവിടെ കാണാം. കണ്ടോ, ഈ 14th ഡേയോട് അടുത്ത് വരുമ്പം ഈസ്ട്രജൻ കൂടുന്നു, അതുപോലെ LH ഭയങ്കരമായിട്ട് കൂടുന്നു. LH സർജ് എന്ന് പറയും. ഈ LH കൂടുന്ന സമയത്ത് എന്ത് റപ്ചർ ആവും? ഇവിടെ കണ്ടോ, ഗ്രാഫിയം ഫോളിക്കിൾ റപ്ചർ ആയിട്ട് ആരാ വന്നേ? ഓവം റിലീസ് ചെയ്തു. ഈ ഓവം റിലീസ് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് ഓവുലേഷൻ. ആ ഒരു ഫേസിന് നമ്മൾ പറയും ഓവുലേറ്ററി ഫേസ്. ഓക്കെ, ഓവുലേറ്ററി ഫേസ്. ഇനി ഓവുലേറ്ററി ഫേസ് കഴിഞ്ഞിട്ട് വരുന്ന ഫേസാണ് ലൂട്ടിയൽ ഫേസ് ഓർ സെക്രട്ടറി ഫേസ്. ലൂട്ടിയൽ ഫേസ് എന്ന് പറയാൻ കാരണം ഇവിടെ LH അല്ലെങ്കിൽ നമ്മുടെ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫോർമേഷൻ ഉണ്ട്. അതായത് ഗ്രാഫിയം ഫോളിക്കിൾ റപ്ചറായി അതിൻ്റെ റിമൈനിങ് പാർട്സ് ഒരു സ്ട്രക്ചറായിട്ട് മാറുന്നുണ്ട്. അതാണ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യാൻ കോർപ്പസ് ലൂട്ടിയം വരുന്നതുകൊണ്ടാണ്, കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫോർമേഷൻ ഉള്ളതുകൊണ്ടാണ് ലൂട്ടിയൽ ഫേസ് എന്ന് പറയാം. ഓക്കെ, ഈ കോർപ്പസ് ലൂട്ടിയം ഒരു ഹോർമോണെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും, സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹോർമോൺ പ്രൊജസ്ട്രോൺ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് സെക്രട്ടറി ഫേസ് എന്ന് പറയാം. അപ്പോൾ എൻഡോമെട്രിയൽ വാളൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ആകുന്ന ഒരു ടൈമാണ് ഈ സെക്രട്ടറി ഫേസ് ഓർ ലൂട്ടിയൽ ഫേസ്. വീണ്ടും ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മെൻസ്ട്രൽ ഫേസ് നടക്കും, വീണ്ടും അടുത്തത് ഫോളിക്കുലാർ ഫേസ്, വീണ്ടും ഓവുലേറ്ററി ഫേസ്, പിന്നെ വീണ്ടും അടുത്ത സെക്രട്ടറി ഫേസ്, വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുന്നു ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ലെങ്കിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ മെൻസ്ട്രൽ സൈക്കിളിലെ ചേഞ്ചസും ഹോർമോണിൻ്റെ വേരിയേഷനും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. ഗ്രാഫ് വരയ്ക്കാനൊക്കെ പഠിക്കുക, മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഏരിയ എന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. നോക്കിയേ, ഹോർമോൺസ് A and B ചോദിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോഴേ ഗ്രാഫ് കാണുമ്പോഴേ നമുക്കറിയാം A എന്ന് പറയുന്നത് ഏതാണ്? പ്രൊജസ്ട്രോൺ ആണ്. പ്രൊജസ്ട്രോൺ ആണ് അല്ലേ. B എന്ന് പറയുന്നത് ഏതാ? ഈസ്ട്രോജൻ ആണ്. ഇത് ഒവേറിയൻ ഹോർമോൺസ് ആണ് അല്ലേ. ഒവേറിയൻ ഹോർമോൺസ് ആണ് ഓവുലേഷനുമായിട്ട് ബന്ധപ്പെട്ട. ഈ റൈറ്റ് ഡൗൺ ദ ഒവേറിയൻ ഇവൻറ്റ്സ് ഡ്യൂറിങ് ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസ് നടക്കുന്ന ഒവേറിയൻ ഇവൻറ്റ്സ് എന്താണ്? റിമൈനിങ് പാർട്സ് ഓഫ് ഗ്രാഫിയം ഫോളിക്കിൾ. റപ്ചറായ ഗ്രാഫിയം ഫോളിക്കിളിൻ്റെ റിമൈനിങ് പാർട്സ് എന്തായിട്ട് മാറുന്നു? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറുന്നു അല്ലേ. ഈ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോണെ സെക്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ എൻഡോമെട്രിയൽ വാൾ തിക്കൺ ആവുന്നു, കുറച്ചുകൂടെ ഡെവലപ്ഡ് ആവുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇംപ്ലാന്റേഷനൊക്കെ റെഡി ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഒവേറിയൻ ഇവൻറ്റ്സ് ഇൻ ദ ലൂട്ടിയൽ ഫേസ് എന്ന് പറയാം. യെസ്, ഓർത്ത് വെക്കുക. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ ഷോയിങ് ദ മെൻസ്ട്രൽ സൈക്കിൾ ഓഫ് നോർമൽ ഹ്യൂമൻ ഫീമെയിൽ. വാട്ട് ആർ ദി സ്യൂട്ടബിൾ ടെക്നിക്കൽ ടേംസ് യൂസ്ഡ് ഫോർ ദ ഫോളോയിങ്? ഡേസ് 1 to 7 അത് ഏത് ഫേസാ? ഡേ 1 to 7 ഏത് ഫേസാ? 1 to 7 മെൻസ്ട്രൽ ഫേസ് ആണ് അല്ലേ. മെൻസ്ട്രൽ ഫേസ് ആണ്. ഡേ 8 to 12 മെൻസ്ട്രൽ ഫേസ് വരുന്ന കഴിഞ്ഞ് വരുന്ന ഫേസ് ഏതാ? ഫോളിക്കുലാർ ഫേസ് കേട്ടോ, ഫോളിക്കുലാർ ഫേസ്. ഇനി 16 to 28 എന്ന് പറയുന്നത് ലൂട്ടിയൽ ഫേസ് ആണ്, അല്ലെങ്കിൽ സെക്രട്ടറി ഫേസ് ആണ്. ഇതിനിടയിൽ 13 to 15 അതിനിടയിലാണ് ഓവുലേഷൻ നടക്കാൻ സാധ്യത അല്ലേ. 14 മിഡ് ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിളിലാണ് ഓവുലേഷൻ നടക്കാൻ സാധ്യത. അപ്പം ഇവിടെ ആ ഒരു ഫേസ് ഏതായിരിക്കും? ഓവുലേറ്ററി ഫേസ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഏതായിരുന്നു? വാട്ട് ആർ ദി സ്യൂട്ടബിൾ ടെക്നിക്കൽ ടേംസ് ഇവിടെ കിട്ടിയില്ലേ? 1 to 7 എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഫേസ് ആണ്. 8 to 12 എന്ന് പറയുന്നത് ഫോളിക്കുലാർ ഫേസ് ആണ്. 16 to 28 എന്ന് പറയുന്നത് ലൂട്ടിയൽ ഫേസ് ഓർ സെക്രട്ടറി ഫേസ് ആണ്. അതുപോലെ 13 to 15 എന്ന് പറയുന്ന ഓവുലേറ്ററി ഫേസ് ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനിയും എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഒവേറിയൻ ആൻഡ് പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഡ്യൂറിങ് ദ ഫോളോയിങ് ടൈം പീരിയഡ്സ്. അത് കൃത്യമായിട്ടുള്ള ചേഞ്ചസ് നമ്മൾ നോട്ട് ചെയ്യാം. ഡേയ്സ് 8 to 12 നമുക്കറിയാം
ഏതാ 8 to 12 ഫോളിക്കുലർ ഫേസ് ആണ്. അവിടെ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ്, ഫോളിക്കുലർ ഡെവലപ്മെൻറ്റ്, ഏതൊക്കെ ഹോർമോണാണ് ഹെൽപ്പ് ചെയ്യുന്ന, ഒവേറിയൻ ഹോർമോൺ ഏതാണ് കൂടി നിൽക്കുന്ന, അതുപോലെ പിറ്റ്യൂട്ടറി ഹോർമോൺ ഏതാണ്, എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡേ 13 to 15 ഓവുലേഷൻ നടക്കുന്നതാണ്. LH സർജ് മെൻഷൻ ചെയ്തോണം. അതുപോലെ ഈസ്ട്രജൻ്റെ ലെവൽ കൂടുന്നത് മെൻഷൻ ചെയ്യണം. അങ്ങനെയുള്ള ഹോർമോണൽ ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചുകൾ മെൻഷൻ ചെയ്യുക. അതുപോലെ ഡേ 16 to 28 സെക്രട്ടറി ഫേസ് ആണ് അല്ലെങ്കിൽ ലൂട്ടിയർ ഫേസ് ആണ്. അവിടെ നടക്കുന്ന ചേഞ്ചസ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞതാണ്. ആ ചേഞ്ചസ് ഒക്കെ മെൻഷൻ ചെയ്യുക, പഠിച്ചു വെക്കുക. റെഡിയാണോ? പഠിച്ച് സെറ്റായിട്ട് ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും അറ്റൻഡ് ചെയ്യണം കേട്ടോ. യെസ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്തൊരു ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിന് ഏകദേശം സെയിം വെയിറ്റേജ് ആണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പോലെ തന്നെ സെയിം വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഓക്കെ, ഇതിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയ, പ്രധാനപ്പെട്ട ഏരിയാസ്, വളരെ വലിയ ചാപ്റ്റർ ഒന്നും അല്ല, ചെറിയ ചാപ്റ്ററാണ് അല്ലേ. പ്രധാനപ്പെട്ട ഏരിയ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സും പിന്നെ ഉള്ളത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസുമാണ്. അപ്പോൾ അതിൽ നിന്ന് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ടൈപ്സും എക്സാമ്പിൾസും പഠിച്ചു വെക്കുക കേട്ടോ. ടൈപ്സും എക്സാമ്പിൾസും നോക്കുക. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് നാച്ചുറൽ ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ട്, ബാരിയർ മെത്തേഡ്സ് ഉണ്ട്, ഇൻട്രാ യൂട്രീൻ ഡിവൈസസ് ഉണ്ട്, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്, ഇഞ്ചക്റ്റബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സ് ഉണ്ട്, പിന്നെ ഉള്ളത് സർജിക്കൽ മെത്തേഡ്സ് ആണ് അല്ലേ. ഇതിൻ്റെ എല്ലാം ഫീച്ചറുകളും അതിൻ്റെ എക്സാമ്പിൾസും അതിൻ്റെ ഫീച്ചേഴ്സും പഠിച്ചു വെക്കുക. ഓക്കെ, ഇപ്പം നാച്ചുറൽ മെത്തേഡ്സ് 3 ടൈപ്പ് ഉണ്ട് അല്ലേ. പീരിയോഡിക് അബ്സ്റ്റനൻസ് അല്ലേ, പിന്നെ ഏതാ ഉള്ളത്, എന്താണ് കോയിറ്റസ് ഇൻ്ററപ്റ്റസ് അല്ലേ, ലാക്ടേഷൻ അമിനോറിയ, ഇതിൻ്റെ എല്ലാ ഫീച്ചറുകളും പഠിച്ചു വെക്കുക. അങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം അതുപോലെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയ, ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഏരിയ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. ഇൻഫെർട്ടിലിറ്റിയെ അതിജീവിക്കാൻ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് അസിസ്റ്റ് ചെയ്യുന്ന റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ഉണ്ട്. IVF, അതുപോലെ തന്നെ ഗിഫ്റ്റ്, ഇതിൻ്റെ എല്ലാം കൃത്യമായിട്ട് ഈ പ്രോസസ്സുകൾ എന്താണെന്ന് ഓർക്കണം. അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഇതിൻ്റെ എല്ലാം ഫുൾ ഫോം. ഓക്കെ, ഗിഫ്റ്റിൻ്റെ ഫുൾ ഫോം, അതുപോലെ ICSI എന്താണ് ICSI, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. അതുപോലെ AI എന്ന് പറയുമ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഓക്കെ, അതുപോലെ ഉള്ള പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഹൗ ഡു കോപ്പർ ആൻഡ് ഹോർമോൺ റിലീസിങ് IUDs ആക്ട് ആസ് കോൺട്രാസെപ്റ്റീവ്സ്? പല കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്. അതിൽ IUDs ഇൻട്രാ യൂട്രിൻ ഡിവൈസസ് പ്രധാനമായിട്ടും ഉള്ളത് കോപ്പർ റിലീസിങ് IUDസും ഉണ്ട്, ഹോർമോൺ റിലീസിങ് IUDസും ഉണ്ട്. ഫംഗ്ഷൻ ഓർത്ത് വെക്കണം, എക്സാമ്പിൾസ് ഓർത്ത് വെക്കണം കേട്ടോ. കോപ്പർ IUDസിന് എക്സാമ്പിളായിട്ട് വരുന്ന കോപ്പർ T ഉണ്ട്, മൾട്ടിലോഡ് 375 ഉണ്ട്, കോപ്പർ 7 ഉണ്ട്. ഓക്കെ, ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിലീസ് കോപ്പർ അയോൺസ്. കോപ്പർ അയോൺസിനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, കോപ്പർ അയോൺസിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോപ്പർ അയോൺസ് പോയിട്ട് സ്പേം മോട്ടിലിറ്റിയെ സപ്രസ് ചെയ്യും. അതുപോലെ തന്നെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഓഫ് സ്പേം വിൽ ബി ഡിക്രീസ്ഡ് ഓർ ഡാമേജ്ഡ്. ഓക്കെ, ഓർത്ത് വെക്കുക, സപ്രസ് ചെയ്യും. ഇനിയും ഹോർമോൺ റിലീസിങ് IUDസിന് എക്സാമ്പിളാണ് പ്രൊജസ്റ്റാസ്റ്റേറ്റും അതുപോലെ തന്നെ LNG-20. പ്രൊജസ്റ്റാസ്റ്റേറ്റും LNG-20 ഇവർ ചെയ്യുന്നത് മെയിനായിട്ട് 3 ഫംഗ്ഷൻ കൊടുത്ത് വെക്കുക. ഇൻഹിബിറ്റ് ഓവുലേഷൻ, ഓവുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യും. മേക്ക് സെർവിക്സ് അൺറിസെപ്റ്റീവ് ടു സ്പേംസ്. ഓക്കെ, സ്പേമിന് സെർവിക്സ് വഴി മൂവ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ, ഇംപ്ലാന്റേഷൻ നടക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് ഹോർമോൺ റിലീസിങ് IUDസിൻ്റെ ഫംഗ്ഷൻ. അതുപോലെ തന്നെ കോപ്പർ റിലീസിങ് IUDസിൻ്റെ ഫംഗ്ഷനും നമ്മൾ കണ്ടു. കൃത്യമായിട്ട് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഓക്കെ, ഇനിയും നെയിം എനി 2 കോപ്പർ റിലീസിങ് IUDs. ഓൾറെഡി നമ്മൾ പറഞ്ഞു കോപ്പർ റിലീസിങ് IUDസിന് എക്സാമ്പിൾ CU7 ഉണ്ട്, CUT ഉണ്ട് അല്ലേ, മൾട്ടിലോഡ് 375 ഉണ്ട്. പീരിയോഡിക് അബ്സ്റ്റൻസ് ബൈ എ കപ്പിൾ ഫോർ ഫാമിലി പ്ലാനിങ് ഷുഡ് ബി ഫ്രം. പീരിയോഡിക് അബ്സ്റ്റൻസ് ഏത് മെത്തേഡാണ്, ഏത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്? ഒരു നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡാണ് അല്ലേ പീരിയോഡിക് അബ്സ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഹ്യൂമൻ ഫീമെയിലിൻ്റെ മെൻസ്ട്രൽ സൈക്കിൾ നമ്മൾ നോക്കുമ്പം ഇതിൽ ചില ഡേയ്സ് സേഫാണ്, അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാൻ സാധ്യതയില്ലാത്ത ദിവസങ്ങളുണ്ട്. എന്നാൽ ചില ഡേയ്സിൽ മെൻസ്ട്രൽ സൈക്കിളിലെ ചില ഡേയ്സിൽ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ഒരു ഡേയ്സിനെ നമ്മൾ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയും. ഏത് ഡേയ്സിലാണോ ഫെർട്ടിലൈസേഷൻ നടക്കാൻ സാധ്യത കൂടുതലുള്ളത് ആ ഒരു ടൈമിനെ, ആ ഒരു പീരീഡിനെ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയാം. അത് ഇതിലേതാ വരുന്നത്? പീരിയോഡിക് അബ്സ്റ്റൻസ് ബൈ എ കപ്പിൾ ഫോർ ഫാമിലി പ്ലാനിങ് ഷുഡ് ബി ഫ്രം പീരിയോഡിക് അബ്സ്റ്റനൻസ്. ഫെർട്ടൈൽ പീരീഡിൽ എന്ത് ചെയ്യാൻ പാടില്ല, കോയിറ്റസ് പാടില്ല. അതാണ്
ഡേ 10 to 17 ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആണ് ഫെർട്ടൈൽ പീരീഡ്. അപ്പം കോയിറ്റസ് ഒഴിവാക്കുക. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏത് വരും? ഏത് വരും? 5 to 10 ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, ഫെർട്ടൈൽ പീരീഡ് ഓർത്ത് വെക്കുക. ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, എക്സ്പാൻഡ്, ഗിഫ്റ്റ് ആൻഡ് ICSI. കണ്ടോ, ആ ഏരിയ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നു. ഗിഫ്റ്റ് എന്താണ്? ഗിഫ്റ്റ് ഗെമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. അതുപോലെ ICSI എന്താണ്? ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ഓർത്ത് വെക്കുക, ആ ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും നെയിം എനി 2 അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ദാറ്റ് ഹെൽപ്പ് ഇൻഫെർട്ടൈൽ കപ്പിൾസ് ടു ഹാവ് ചിൽഡ്രൻ. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ആണ്. IVF ഉണ്ട്, ഇൻട്രാ അല്ലെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇതൊക്കെ ആൻസർ ആയിട്ട് പറയാം. ഓക്കെ, ഒരു ഏരിയ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നെയിം ആൻഡ് എക്സ്പ്ലെയിൻ ദ സർജിക്കൽ മെത്തേഡ് അഡ്വൈസ് ടു ഹ്യൂമൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആസ് എ മീൻ ഓഫ് ബർത്ത് കൺട്രോൾ. റൈറ്റ്, മെൻഷൻ ഇറ്റ്സ് 1 അഡ്വാൻറ്റേജ് ആൻഡ് 1 ഡിസ്അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ പ്രധാനപ്പെട്ട ഏരിയ ആണ്. വാസക്ടമി, ട്യൂബക്ടമി. വാസക്ടമി മെയിൽസിലുള്ള സർജിക്കൽ മെത്തേഡാണ്, കോൺട്രാസെപ്ഷൻ ആണ്. അതുപോലെ തന്നെ ഫീമെയിൽസിലുള്ളത് ട്യൂബക്ടമി ആണ്. ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈലി എഫക്റ്റീവ് ആണ്. പക്ഷേ ഇതിൻ്റെ റിവേഴ്സിബിലിറ്റി പൂവറാണ്. അതാണ് ഡിസ്അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈലി എഫക്റ്റീവ് ആണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ അടുത്ത ചാപ്റ്റർ കാണുവാണ് എവല്യൂഷൻ. വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. എവല്യൂഷൻ. നമുക്ക് നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അനലോഗസ് ആൻഡ് ഹോമോലോഗസ് ഓർഗൻസ്. മെൻഷൻ വൺ എക്സാമ്പിൾ ഈച്ച്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ കാണുന്നത് ഹോമോലോഗസും അനലോഗസ് ഓർഗൻസും ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ആ ഒരു ഏരിയ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്താ അപ്പോൾ ഹോമോലോഗസ്, എന്താണ് അനലോഗസ് എന്ന് കൃത്യമായിട്ട് ഓർക്കാം. ഹോമോലോഗസ് എന്ന് പറയുമ്പം സെയിം സ്ട്രക്ചർ വിത്ത് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. നേരെ ഓപ്പോസിറ്റ് ആണ് അനലോഗസ് ഓർഗൻസ്. അവർക്ക് എന്താ പ്രത്യേകത? ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ്, പക്ഷേ സിമിലർ ഫങ്ഷനാണ്. എക്സാമ്പിൾസ്, ആ ഒരു ഏരിയ എന്നുള്ള എക്സാമ്പിൾസ് കൃത്യമായിട്ട് ഓർക്കുക. ഹോമോലോഗസ് ഓർഗൻസിൽ വരുന്നതാണ് 4 limbs ഓഫ് ചീറ്റ, 4 limbs ഓഫ് ബാറ്റ്, ഹ്യൂമൻ. ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് വരും. അനലോഗസ് ഓർഗൻസിൽ ഫ്ലിപ്പോസ് ഓഫ് പെൻഗ്വിൻസ്. ഓക്കെ, ആ എക്സാമ്പിൾ വരുന്ന ഏരിയാസ് പെൻഗ്വിൻസ് ആൻഡ് ഡോൾഫിൻസ് കൃത്യമായിട്ട് ഓർക്കുക. വെർട്ടിബ്രേറ്റിൻ്റെ ബ്രെയിനും ഹേർട്ടും ഏതാ? ഹോമോലോഗസ് ആണോ അനലോഗസ് ആണോ? ഹോമോലോഗസ് ആണ്. ഓക്കെ, കണ്ടോ, ഈ റിലേഷൻഷിപ്പ് ചോദിക്കാം. ഇവിടെ കൃത്യമായിട്ട് ഓർക്കുക, റിലേഷൻഷിപ്പ് ഹോമോലോഗസ് ഓർഗൻസും ഏത് എവല്യൂഷനുമായിട്ടാണ് റിലേഷൻഷിപ്പ്? HD എന്ന് ഓർക്കുക കേട്ടോ. HD, ഹോമോലോഗസ് ഡൈവേർജന്റ് എവല്യൂഷൻ. മറ്റേത് എന്തായിരിക്കും? അനലോഗസ് ഏതാ വരിക? AC എന്ന് ഓർക്കുക കേട്ടോ. അനലോഗസ് കൺവേർജന്റ് എവല്യൂഷൻ. ഓക്കെ, ആ ഒരു ഏരിയ കൃത്യമായിട്ട് പഠിക്കേണ്ട ഏരിയ ആണ്, പഠിക്കുക. യെസ്. നെയിം ദ 2 പ്രൈമേറ്റ് ആൻസിസ്റ്റേഴ്സ് ഓഫ് ദ പ്രസന്റ് ഡേ ഹ്യൂമൻസ്. ഈ ഒരു ഏരിയയും ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ എവല്യൂഷനിൽ നിന്ന് വന്നേക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ഹ്യൂമൻ എവല്യൂഷനെ കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. ആ ഒരു ഓർഡർ, അഡയോപിതിക്കസ് തുടങ്ങി ഹോമോ സാപ്പിയൻസ് വരെയുള്ള കൃത്യമായിട്ട് ആ ഓർഡർ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? നെയിം ദ ആൻസിസ്റ്റേഴ്സ് പ്രസന്റ് ഡേ ഹ്യൂമൻസ് ഹു ഹാവ് എക്സിസ്റ്റഡ് അപ്രോക്സിമേറ്റ്ലി അബൌട്ട് 15 million years ago. 15 million yearsന് മുമ്പുണ്ടായിരുന്ന 2 പേരാണ് ഡ്രയോപിതിക്കസും രാമാപിതിക്കസും. ഓക്കെ, according to geological records, when and where did Australopithecines live? 2 million years ago ആണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. പ്ലേസ് എന്ന് പറയുന്നത് ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ്ലാൻഡ്സിലാണ് ഇവിടെ കാണാം. ഓക്കെ, ഇനിയും ഗീവ് 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ഹോമോ ഹബിലിസ് ആൻഡ് ഹോമോ ഇറക്ടസ്. ഹോമോ ഹബിലിസും ഹോമോ ഇറക്ടസും തമ്മിലുള്ള ഡിഫറൻസ്. മെയിനായിട്ട് നമ്മൾ ഈ ഒരു എവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ച് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രെയിനിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലേ. ഈ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രെയിനിൻ്റെ ബേസിൽ നോക്കുമ്പോൾ IQ ആണ്, ബ്രെയിൻ കപ്പാസിറ്റിയാണ്. ഹോമോ ഹാബിലിസിൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 650 to 800 cc ആണ്. പ്രോബബ്ലി ദേ ഡി നോട്ട് ഈറ്റ് മീറ്റ്. ഓർത്തിരിക്കണം, ഹോമോ ഹബിലിസ്. എന്നാൽ ഹോമോ ഇറക്ടസ് എന്ന് പറയുമ്പോൾ ബ്രെയിൻ കപ്പാസിറ്റി കൂടുതലാണ്, 900 cc വരിക ബ്രെയിൻ കപ്പാസിറ്റി. അതുപോലെ ദേ പ്രോബബ്ലി ഈറ്റ് മീറ്റ്, അവർ മീറ്റ് കഴിക്കുന്നവരാണ്. ഓക്കെ, അവർ ഏരിയ പ്രധാനപ്പെട്ടതാണ്. യെസ്, സം എക്സാമ്പിൾസ് ഓഫ് എവല്യൂഷണറി സ്ട്രക്ചേഴ്സ് ആർ ഗിവൺ ബിലോ. ഈ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഈ ഒരു ഏരിയ എന്ന് ചോദ്യം കൂടുതൽ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഹോമോലോഗസ്, അനലോഗസ്. അപ്പോൾ ഇതിൽ നോക്കാം, ഫോർലിംബ് ഓഫ് മാൻ, ചീറ്റ, വീൽ, ബാറ്റ്, ഇതാ വരാ ഹോമോലോഗസ് ആണോ അനലോഗസ് ആണോ? ഹോമോലോഗസ് ആണ്. ഓക്കെ. വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ്, വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ് ഏതാ വരിക? ഏതാ വരുന്നേ? അനലോഗസ് ആണ് കേട്ടോ, അനലോഗസ് ആണ്. വിങ്സ് ഓഫ് ബട്ടർഫ്ലൈയും ബേർഡും ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആണ്, പക്ഷേ സെയിം ഫംഗ്ഷൻ ആണ്. ഇനി തോൺസ് ആൻഡ് ടെൻഡിൽസ് ഓഫ് ബൊഗെയിൻവില്ല ആൻഡ് കുക്കുർബിറ്റ ഏതാ വരിക? ഹോമോലോഗസ് ആണ്. വെർട്ടിബ്രേറ്റ് ഹെഡ്സ് ആൻഡ് ബ്രെയിൻസ് എന്ന് പറയുന്നത് ഹോമോലോഗസ് ആണ്. ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് അനലോഗസ്. ഫ്ലിപ്പേഴ്സ് ഓഫ് പ്ലെങ്കിൻസ് ആൻഡ് ഡോൾഫിൻസ് എന്ന് പറയുന്നതും അനലോഗസ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം, ഈ ഒരു ഏരിയ പ്രധാനപ്പെട്ടതാണ്. യെസ്, ഇത് നമ്മൾ കണ്ടു. ടൈപ്പ് ഓഫ് എവല്യൂഷനും ഹോമോലോഗസ്, HD ഓർക്കുക. ഓക്കെ, ഹോമോലോഗസ്, ഡൈവേർജന്റ്. ഇത് ഓർഡർ ട്രയോപിതിക്കസ്, രാമോപിതിക്കസ്, കൃത്യമായ ഓർഡർ ഓർത്ത് വെക്കുക. ആസ്ട്രലോപിതിക്കൈൻസ്, ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്, നിയാൻഡർതാൽ മാൻ, ദെൻ ഹോമോ സാപ്പിയൻസ്. മോഡേൺ മാൻ എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് ആണ്. യെസ്, അതുകൊണ്ട് ആ ഏരിയയിൽ ഏപ്പ് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആരാണ്? ഏപ്പ് ലൈക്ക് ഡ്രയോപിതിക്കസ് ആണ്. ഓക്കെ, മാൻ ലൈക്ക് എന്ന് പറയുന്നത് രാമോപിതിക്കസ്. ഒരു ഏരിയ ഓർക്കുക. യെസ്, ഇനിയും ഈ ഒരു ചാപ്റ്റർ എവല്യൂഷനിൽ നിന്ന് വരുന്ന മറ്റൊരു ഏരിയ ഹാർഡി വെയിൻബെർഗ് ഇക്വിലിബ്രിയം ആണ്. സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. പല പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ കാണാം സ്റ്റേറ്റ് ചെയ്യാൻ. ഹാർഡി വെയിൻബെർഗ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഫൗണ്ടർ എഫക്റ്റ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് അല്ലീൽ ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ ആർ സ്റ്റേബിൾ ഓർ കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ദ ജീൻ പൂൾ റിമെയിൻസ് കോൺസ്റ്റന്റ്. ദിസ് ഈസ് റെഫേർഡ് ടു ആസ് ജനറ്റിക് ഇക്വിലിബ്രിയം where the sum total of all allele frequencies is 1. ഇതാണ് ഹാർഡി വെയിൻബെർഗ് ഇക്വിലിബ്രിയം പറയാം. ജനറേഷൻ ടു ജനറേഷൻ നമ്മൾ നോക്കുമ്പം അല്ലീൽ ഫ്രീക്വൻസിയുടെ സം ടോട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനിയും ഹാർഡി വെയിൻബെർഗ് ഇക്വിലിബ്രിയത്തെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ജീൻ ഫ്ലോ. 5 ഫാക്ടേഴ്സ് ആണ്. ജീൻ ഫ്ലോ, ജീൻ ഡ്രിഫ്റ്റ്, ജനറ്റിക് ഡ്രിഫ്റ്റ്, ജനറ്റിക് റീകോമ്പിനേഷൻ, മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, ഈ ഒരു 5 പോയിന്റ്. അതിൽ ഫൗണ്ടർ എഫക്റ്റ്, ജനറ്റിക് ഡ്രിഫ്റ്റ് നടക്കുമ്പോൾ ഫൗണ്ടേഴ്സ് ആയിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരിക്കുന്ന ആ ഒരു എഫക്റ്റാണ് നമ്മൾ ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ആ ഒരു ഏരിയ പഠിച്ചു വെക്കുക. ഹാർഡി വെയിൻബെർഗ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ചെയ്യാൻ പഠിച്ചു വെക്കണം കേട്ടോ, മറന്നേക്കരുത്. യെസ്, അപ്പോൾ അതാണ് എവല്യൂഷൻ. ഇനിയും നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, കുറച്ചുകൂടെ അതേപോലെ എവല്യൂഷൻ പോലെ തന്നെ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയും. ഓക്കെ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് നമ്മൾ മെയിനായിട്ട് കോമൺ ഡിസീസസ് ഇൻ മാൻ, അതുപോലെ എയ്ഡ്സ്, ക്യാൻസർ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഡ്രഗ്, ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ് അല്ലേ, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക. എന്നിരുന്നാലും പല പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ അനാലിസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം മെയിൻ ഏരിയ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കോമൺ ഡിസീസസ് ആണ്. ഈ ഒരു ടേബിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസീസ്, അതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം, സിംറ്റംസ്, എഫക്ട്സ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓരോ ഡിസീസും അതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, വൈറസ് ആണോ, കൃത്യമായിട്ട് പേരുകൾ ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിൻ്റെ സിംറ്റംസും ഇമ്പോർട്ടൻ്റ് ആണ്. പലതിന് സിമിലർ ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ വരും, പക്ഷേ എന്തെങ്കിലുമൊക്കെ സിംറ്റത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനിയും ഈ ഒരു ഏരിയ നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അമീബയാസിസ്, അസ്കാരിയാസിസ്, എലിഫന്റിയാസിസ്, റിംഗ്ബോം ഡിസീസിൻ്റെ പേരാണ്. പോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് ഫംഗസ് ആണ് അല്ലേ. അതിൽ ഫംഗസിൻ്റെ പേര് നമ്മൾ ഓർക്കുമ്പം, പോസിറ്റീവ് ഓർഗാനിസം ഓർക്കുമ്പം ഫംഗസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗസ് ഇൻ ദ ജനീറ, മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൺ, എപ്പിഡെർമോഫൈറ്റൺ. അതിൻ്റെ ജനീറയുടെ പേരാണ് കേട്ടോ. ആ ഓരോ ജനീറയിൽ വരുന്ന ഫംഗസുകളാണ് റിംഗ്ബോം എന്ന് പറഞ്ഞാൽ ഡിസീസ് കോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിംറ്റംസ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നമുക്ക് നോക്കാം, അതിൽ നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഐഡൻറ്റിഫൈ ABCDE ആൻഡ് F ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ന്യൂമോണിയ കോസ് ചെയ്യുന്ന സ്ട്രെപ്റ്റോകോക്കസ് ആണ് അല്ലേ, ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോകോക്കസ്. സ്ട്രെപ്റ്റോകോക്കസിൻ്റെ കോസ് ചെയ്യുന്ന ന്യൂമോണിയയുടെ സിംറ്റംസ് നോക്കി, ഫീവർ, ചിൽസ്, കഫ്, ഹെഡേക്ക്, ലിപ്സ് ആൻഡ്, അത് സിവിയർ കേസിലാണ് കേട്ടോ. ലിപ്സ് ആൻഡ് ഫിംഗർ നെയിൽസ് മേ ടേൺ ഗ്രേ ടു ബ്ലൂയിഷ് ഇൻ കളർ, സിവിയർ കേസിലാണ്. നോർമലി ഉള്ള സിംറ്റംസ് എന്ന് പറയും ഫീവർ, ചിൽസ്, കഫ് ആൻഡ് ഹെഡേക്ക് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് ടൈഫോയിഡ് കോസ് ചെയ്യുന്ന സൽമോണല്ല ടൈഫി ആണ്. സൽമോണല്ല ടൈഫി, അവിടെ സിംറ്റംസ് ഉണ്ട്. ഇനി സി എന്ന് പറയുന്നത് കോമൺ കോൾഡ് കോസ് ചെയ്യുന്ന റൈനോ വൈറസുകളാണ്. കോമൺ കോൾഡിൻ്റെ ഫീച്ചേഴ്സ് നമുക്കറിയാം അല്ലേ. കോമൺ കോൾഡിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നേസൽ കഞ്ചക്ഷൻ, ഡിസ്ചാർജ്, സോർ ത്രോട്ട്, ഹോസ്നെസ്, ഹെഡേക്ക്, കഫ്, ഇതൊക്കെയാണ് വരിക. യെസ്, ഇനിയും റിംഗ്ബോം എന്ന് പറയുന്നത് കോസേറ്റീവ് ഓർഗാനിസം നമ്മൾ പറഞ്ഞു. ഫംഗസ് ബിലോങ്ങിങ് ടു ജനീറ മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൺ ആൻഡ് എപ്പിഡെർമോഫൈറ്റൺ. പഠിച്ചു വെച്ചേക്കണേ. യെസ്, ലാസ്റ്റ് വൺ
എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക കോസ് ചെയ്യുന്ന ഡിസീസ് എന്താ? അമീബയാസിസ് ആണ് അല്ലേ, അമീബയാസിസ് ആണ്. ഇനിയും അതുപോലെ തന്നെ അസ്കാരിയാസ് എന്ന് പറയുന്ന കോസ് ചെയ്യുന്ന അസ്കാരിയാസിസ്, അതിൻ്റെ സിംറ്റം ഇന്റേണൽ ബ്ലീഡിങ്, മസ്കുലാർ പെയിൻ, ഫീവർ, അനീമിയ, ബ്ലോക്കേജ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ പാസേജ്. ബ്ലോക്കേജ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ പാസേജ് കോസ് ചെയ്യുന്ന അസ്കാരിസ് ആണ്, അസ്കാരിയാസിസിൻ്റെ സിംറ്റമാണ്. ഓക്കെ, ഒരു ഏരിയ ഒക്കെ പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക. യെസ്, വീണ്ടും അതേ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ നിങ്ങൾക്ക്. യെസ്, ഡിസ്കസ് ചെയ്ത അത് തന്നെയാണ്. യെസ്, നെയിം ദ കോസേറ്റീവ് ഏജൻസ് ഓഫ് ന്യൂമോണിയ ആൻഡ് കോമൺ കോൾഡ്. ന്യൂമോണിയ ഏതാ? സ്ട്രെപ്റ്റോകോക്കസാ. കോമൺ കോൾഡ് ഏതാ? റൈനോ വൈറസസ് ആ അല്ലേ. ഇനിയും ഹൗ ഡു ദീസ് ഡിഫർ ഇൻ ദ സിംറ്റംസ്? എങ്ങനെയാണ് സിംറ്റംസ് ഡിഫറൻസ് ഉള്ളത്? നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്ന ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതേസമയം സാധാരണയുള്ള കോമൺ കോൾഡ് എന്ന് പറയുന്ന കോമൺ കോൾഡിൻ്റെ ഫീച്ചേഴ്സൊക്കെ എവിടെയുണ്ട്? നമ്മുടെ ഇതിൽ എന്താ കോമൺ കോൾഡിൻ്റെ ഫീച്ചേഴ്സൊക്കെ ന്യൂമോണിയയിലും കാണും. പക്ഷേ ന്യൂമോണിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളിവിടെ നമ്മൾ കാണുമ്പോൾ അറിയാം. ന്യൂമോണിയയിലെ ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. ഇവിടെ നോക്കിയേ, ന്യൂമോണിയയിൽ വരുന്ന ഫീച്ചേഴ്സ് ഫീവർ, ചിൽസ്, കഫ് ആൻഡ് ഹെഡ് ഏക്ക് ആണ്. നോർമലി ഈ ഫീച്ചേഴ്സ് എല്ലാം എവിടെയുണ്ട്? ഫീവർ, ചിൽസ്, കഫ് ആൻഡ് ഹെഡ് ഏക്ക് എവിടെയുണ്ട്? കോമൺ കോൾഡിലും വരും ഇല്ലേ, കോമൺ കോൾഡിലും വരാം. എന്നാൽ കോമൺ കോൾഡിലുള്ളത് നേസൽ കഞ്ചക്ഷനും ഡിസ്ചാർജ്, സോർ ത്രോട്ട്, ഹോവാസ്നസ്, ഹെഡ് ഏക്ക്, കഫ് ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സിവിയർ കേസിൽ, ന്യൂമോണിയയുടെ സിവിയർ കേസിൽ എന്താ വരിക? ലിപ്സ് ആൻഡ് ഫിംഗർ നെയിൽസ് മേ ടേൺ ഗ്രേ ടു ബ്ലൂയിഷ് ഇൻ കളർ. ആ ഒരു ഡിഫറൻസ് നമുക്ക് പറയാം. ഇനിയും മെൻഷൻ 2 സിംറ്റംസ് കോമൺ ടു ബോത്ത് ഫീവർ, കഫ്. ഓക്കെ, മെൻഷൻ ദ പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി ദാറ്റ് അഫക്റ്റഡ് ബൈ ന്യൂമോണിയ ആൻഡ് കോമൺ കോൾഡ് ഇൻഫെക്ഷൻസ്. ഈ കോമൺ കോൾഡിൻ്റെ പ്രത്യേകത, കോമൺ കോൾഡ് റെസ്പിറേറ്ററി ട്രാക്റ്റിലേ അഫക്റ്റഡ് ആവത്തുള്ളൂ, ലങ്സിലേക്ക് കയറി അഫക്റ്റഡ് ആവത്തില്ല. അതേസമയം ന്യൂമോണിയ ലങ്സിൽ അഫക്റ്റഡ് ആകാം. ഓക്കെ, മനസ്സിലായോ? അതാണ് മേജർ ഡിഫറൻസ്. എൻ്റെ കോസേറ്റീവ് ഓർഗാനിസം പേരുകൾ എഴുതാനായിട്ട് റൈറ്റ് കോസേറ്റീവ് ഏജൻസ് ഓഫ് 2 ഡിസീസസ് പേരുകൾ നമുക്കറിയാം. ന്യൂമോണിയ കോസ് ചെയ്യുന്ന സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ്, അതുപോലെ തന്നെ കോമൺ കോൾഡ് കോസ് ചെയ്യുന്ന റൈനോ വൈറസസ് ആണ്. യെസ്, നെയിം ദ കോസേറ്റീവ് ഏജൻസ് ഓഫ് ന്യൂമോണിയ. വീണ്ടും ന്യൂമോണിയ, കോമൺ കോൾഡ് എന്നുള്ള ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. യെസ്, നമ്മൾ കണ്ടു. യെസ്, ഇനിയും ഈ ഒരു ഏരിയ ഹ്യൂമൻ ഹെൽത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന മറ്റൊരു ഏരിയ ആണ് സ്ട്രക്ചർ ഓഫ് ആൻ ആൻറ്റിബോഡി. ഓക്കെ, ഇവിടെ നമ്മൾ പ്രൈമറി റെസ്പോൺസുകളുണ്ട്, സെക്കൻഡറി റെസ്പോൺസ് ഒക്കെ ഉണ്ട്. ആദ്യം ഒരു പതോജൻ വരുമ്പോൾ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നു, അത് ലോ ഇൻറ്റൻസിറ്റിയിലായിരിക്കും. പിന്നീട് അതേ പതോജൻ തന്നെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പം ബോഡി നല്ല രീതിയിൽ അതിനെ ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതാണ് സെക്കൻഡറി റെസ്പോൺസ്. ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻ്റാണ് പ്രോട്ടീൻ ആണ് ആൻറ്റിബോഡീസ്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ബി ലിംഫോസൈറ്റ്സ് ഉണ്ട്, ടി ലിംഫോസൈറ്റ്സ് ഉണ്ട്. ഈ ബി ലിംഫോസൈറ്റ്സ് സെക്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് നമ്മുടെ ആൻറ്റിബോഡീസ്. ആൻറ്റിബോഡീസിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, ലേബലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. H2L2 എന്ന് ഓർക്കുക, H2L2. ഈ ഒരു ആൻറ്റിബോഡിയുടെ ഒരു മോളിക്യൂളിനകത്ത് നമുക്ക് എന്തൊക്കെ കാണാം? 2 ഹെവി ചെയിനും കാണാം, 2 ലൈറ്റ് ചെയിനും കാണാം. അതാണ് H2L2. അതുപോലെ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റുകളും കാണാം. ഓക്കെ, ഒരു ഏരിയ പ്രധാനപ്പെട്ടതാണ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ആൻറ്റിബോഡി മോളിക്യൂളാണ് തന്നിരിക്കുന്ന ഡയഗ്രാം. ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ആൻഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. 2 ടൈപ്സ് ഓഫ് റെസ്പോൺസസ് എന്ന് പറയാം. ഓക്കെ, മെൻഷൻ 2 ടൈപ്സ് ഓഫ് അക്വേർഡ് ഇമ്മ്യൂൺ റെസ്പോൺസസ് ഇൻ ഹ്യൂമൻ ബോഡി. ഏതൊക്കെയാണുള്ളത്? ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസും. അതിൽ കൂടുതൽ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസിന് സഹായിക്കുന്ന ആൻറ്റിബോഡീസ് ആണ്. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസിന് സഹായിക്കുന്ന ടി ലിംഫോസൈറ്റ്സ് ആണ്. ടി ലിംഫോസൈറ്റ്സ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റോൾ ഓഫ് ബി ലിംഫോസൈറ്റ്സ് ആൻഡ് ടി ലിംഫോസൈറ്റ്സ് ആൻഡ് ജനറേറ്റിംഗ് ഇമ്മ്യൂൺ റെസ്പോൺസസ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു, അതിൽ ബി ലിംഫോസൈറ്റ്സ് ആണ് എന്തിനു സഹായിക്കുക? ആൻറ്റിബോഡീസിനെ റിലീസ് ചെയ്യുന്ന, ആൻറ്റിബോഡീസിനെ റിലീസ് ചെയ്ത് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസിന് ഹെൽപ്പ് ചെയ്യുക. ആൻറ്റിബോഡീസിനെ റിലീസ് ചെയ്ത് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസിന് ഹെൽപ്പ് ചെയ്യുക. ടി ലിംഫോസൈറ്റ്സ് ഇങ്ങനെ ബി ലിംഫോസൈറ്റ്സിനെ സഹായിച്ചൊക്കെ നിൽക്കും ഈ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസിൽ. അതുപോലെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസിൽ ഹെൽപ്പ് ചെയ്യുന്ന ടി ലിംഫോസൈറ്റ്സ് ആണ്. അതാണ് ഡിഫറൻസുകൾ പഠിക്കുക, വായിക്കുക. ഒരു ഏരിയ പ്രധാനപ്പെട്ടതാണ്. യെസ്, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വന്നിരിക്കുകയാണ്. ബയോഡൈവേഴ്സിറ്റി, എക്കോളജി ചാപ്റ്റർ ആണ്. എക്കോളജിയിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ അല്ലേ, ബയോഡൈവേഴ്സിറ്റി സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയാസ് ഉണ്ട്. നമുക്കതിൽ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഏരിയ ഇതാണ്. ലാറ്റിറ്റ്യൂഡിൽ ഗ്രേഡിയൻറ്റ് മാറുന്നതനുസരിച്ച് സ്പീഷീസ് ഡൈവേഴ്സിറ്റി വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. എവിടെ ഏറ്റവും കൂടുതൽ? ഇക്വേറ്ററിനോട് ചേർന്നിടത്താണ് അല്ലേ. ഇക്വേറ്ററിനോട് ചേർന്നുള്ള സ്ഥലത്താണ്
ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നീട് നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് മുകളിലേക്ക് പോയി പോളാർ റീജിയനിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? സ്പീഷ്യസ് ഡൈവേഴ്സിറ്റിയിൽ ഡിഫറൻസ് സംഭവിക്കുന്നതായിട്ട് കാണാം അല്ലേ? ഉണ്ട്, ഡിഫറൻസ് ഉണ്ട് അല്ലേ? അതിൻ്റെ റീസൺ റൈറ്റ് ദ ഒബ്സർവേഷൻ ആൻഡ് മെയ്ഡ് റിഗാർഡിംഗ് ദ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി വെൻ മൂവിങ് ഫ്രം റീജിയൻ എ ടു റീജിയൻ ബി. ഇവിടെ നിങ്ങൾ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ എയും ബിയും കാണാം. അതിൽ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുവാണെങ്കിൽ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റിയിൽ എന്ത് സംഭവിക്കും? കൂടുവോ കുറയോ? എന്ത് സംഭവിക്കും? ഡിക്രീസ് ചെയ്യും, ഉറപ്പല്ലേ? ഇക്വേറ്ററിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി ഡിക്രീസ് ചെയ്യും. ഗീവ് 2 റീസൺസ്. അതിൻ്റെ റീസൺസ് ആയി വെച്ചേക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേറ്ററിൽ നിന്ന് മുകളിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഡൈവേഴ്സിറ്റി കുറയുന്നത്. എന്തായിരിക്കും റീസൺ? അതിന് പ്രധാനമായിട്ടും 3 റീസൺസാണ് ഉള്ളത്. നമ്മളോട് ഇവിടെ 2 റീസണേ ചോദിച്ചുള്ളൂ. ഈ ട്രോപ്പിക്കൽ റീജിയൻ എന്നും പറയും, ഇക്വേറ്ററിനോട് ചേർന്നുള്ള റീജിയൻ നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയും. അതുപോലെ തന്നെ ഇതിൽ എ എന്ന് കൊടുത്തേക്കുന്ന ട്രോപ്പിക്കൽ റീജിയൻ ആണ് കേട്ടോ. ബി റീജിയൻ എന്ന് പറയുന്നത് ടെമ്പററി റീജിയൻ. ഈ ടെമ്പററി റീജിയനും ട്രോപ്പിക്കൽ റീജിയനും കമ്പയർ ചെയ്യുമ്പം ഇതിൽ നമ്മൾ ഹിസ്റ്ററിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് പോകുന്ന, മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ടും അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ റീജിയനാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ട്രോപ്പിക്കൽ റീജിയന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു റീസണാണ്. റിമെയിൻ അൺഡിസ്റ്റർബ്ഡ് ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ് ട്രോപ്പിക്കൽ റീജിയൻ. അതുകൊണ്ട് ടെമ്പററി റീജിയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതൊരു ഡിഫറൻസ് ആണ്. അതൊരു കാരണമാണ് ട്രോപ്പിക്കൽ റീജിയന് ഡൈവേഴ്സിറ്റി കൂടാൻ. സെക്കൻഡ് റീസൺ അവൈലബിലിറ്റി ഓഫ് മോർ സോളാർ എനർജി. ട്രോപ്പിക്കൽ റീജിയനിൽ ഇഷ്ടം പോലെ സോളാർ എനർജി കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റിയൊക്കെ കൂടുതലായിരിക്കും. അതൊരു റീസണാണ്. ഓക്കെ, പിന്നെയുണ്ട് സീസണൽ വേരിയേഷൻസ് തീരെ കുറവാണ്. അതിൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് പ്രഡിക്റ്റബിൾ ആണ്, സീസണൽ വേരിയേഷൻസ് തീരെ കുറവാണ് ട്രോപ്പിക്കൽ റീജിയനിൽ. ഇതൊക്കെ കൊണ്ട് ട്രോപ്പിക്കൽ റീജിയനിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതലാണ് ടെമ്പററി റീജിയനെക്കാട്ടിൽ. ഓക്കെ അല്ലേ? അത് ഓർത്ത് വെക്കുക. ഇനിയും സ്റ്റേറ്റിംഗ് ദ റീസൺ മെൻഷൻ ദ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് ബേർഡ് സ്പീഷീസ് റെക്കോർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ കൂടുതൽ ഭാഗം വരുന്നത് ട്രോപ്പിക്കൽ റീജിയനിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ബേർഡ് സ്പീഷീസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഗ്രേറ്റർ ദാൻ 1200 സ്പീഷീസ് ആണ് കേട്ടോ. സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആണ് ഇന്ത്യയിലുള്ളത്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. റീസൺസ് പറയാം, സ്റ്റേറ്റ് ചെയ്യാം. ഇത് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയനിൽ നിന്ന് ടെമ്പററി റീജിയനിലേക്ക് പോകുന്നതനുസരിച്ച് ഡൈവേഴ്സിറ്റി കുറഞ്ഞുകൊണ്ടായിരിക്കുന്നത് ഓരോ സ്പീഷീസിൻ്റെ. യെസ്, പിന്നീടുള്ളത് ഈ ഒരു ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ഏരിയ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസസ് ആണ്. ഇതിനെ നമ്മൾ ഈവിൽ ക്വാഡ്രന്റ് എന്നൊക്കെ പറയും അല്ലേ? യെസ്, 4 എണ്ണേ ഉള്ളൂ, പഠിച്ചു വെക്കുക. കോസസ്, ഹാബിറ്റാറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കോസ് എന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ആണ്. പിന്നെ ഉള്ളത് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, കോഎക്സ്റ്റിൻഷൻ. ഇതിനകത്ത് വരുന്ന എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. ഓക്കെ, യെസ്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആണ് പിന്നെ ലാസ്റ്റ് ഏരിയ. അതിൽ 2 ടൈപ്പ് കൺസർവേഷൻ ഉണ്ട് അല്ലേ? ഇൻസിറ്റീവ് കൺസർവേഷനും ഉണ്ട്, എക്സിറ്റീവ് കൺസർവേഷനും ഉണ്ട്. ഇൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസം അത് ആയിരിക്കുന്ന ഹാബിറ്റാറ്റിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു, അതിൻ്റെ എക്കോസിസ്റ്റം കൂട്ടി നമ്മളങ്ങ് പ്രൊട്ടക്ട് ചെയ്യുന്നു. അതിനെ പറയും ഇൻസിറ്റീവ് കൺസർവേഷൻ. ഇൻസിറ്റീവ് കൺസർവേഷൻ്റെ എക്സാമ്പിൾസ് നോക്കിയേ. ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ട്, നാഷണൽ പാർക്ക് ഉണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്, സീക്രട്ട് ഗ്രൂവ്സ്, ഇതൊക്കെ വരുന്നതാണ് ഇൻസിറ്റീവ് കൺസർവേഷൻ. ഇനിയും എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുമ്പം ത്രട്ടൻഡ് ആയിരിക്കുന്ന സ്പീഷീസിനെ നമ്മൾ അത് ആയിരിക്കുന്ന ഹാബിറ്റാറ്റിൽ നിന്ന് മാറ്റി വേറൊരു സ്പെഷ്യൽ ഹാബിറ്റാറ്റിൽ കൊണ്ട് സ്പെഷ്യൽ കെയർ ഒക്കെ കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതിനെയാണ് എക്സിറ്റീവ് കൺസർവേഷൻ. ഇത് പ്ലാന്റ്സ് ആണെങ്കിലും അനിമൽസ് ആണെങ്കിലും നമ്മൾ ആയിരിക്കുന്ന ഹാബിറ്റാറ്റിൽ നിന്ന് അതിനെ മാറ്റി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുക. സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, വൈൽഡ് ലൈഫ് സഫാരി പാർക്സ്, ടിഷ്യൂ കൾച്ചർ, ക്രയോ പ്രിസർവേഷൻ, സീഡ് ബാങ്ക്. ഇതിൽ ടിഷ്യൂ കൾച്ചർ, ക്രയോ പ്രിസർവേഷൻ, സീഡ് ബാങ്ക് ഒക്കെ റീസെൻ്റ് ആയിട്ടുള്ള എക്സിറ്റീവ് കൺസർവേഷൻ മെത്തേഡ്സ് ആണ്. ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുമ്പം ഒരു ഏരിയ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുമ്പോൾ ലോ ടെമ്പറേച്ചറിൽ, അതായത് -196°C നമ്മുടെ സെല്ലുകളെ, ടിഷ്യൂസിനെ, ഓർഗൻസിനെ, ഗമീറ്റ്സിനെ, എംബ്രിയോനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ത്രട്ടൻഡ് സ്പീഷീസിൻ്റെ ഗമീറ്റിനെയൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ടെമ്പറേച്ചറിൽ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ വയബിളാക്കി ഫെർട്ടൈലായി ഇരുന്ന് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് അത് നമുക്ക് IVF-ന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിന്നീട് ആ ഓർഗാനിസിനെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്രയോ പ്രിസർവേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഈവിൽ ക്വാഡ്രന്റ് ഈസ് എ sobriquet used to describe biodiversity loss. List out the 4 major causes of biodiversity loss. നമുക്കറിയാം ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, കോഎക്സ്റ്റിൻഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവാഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, ഇൻസിറ്റീവ് കൺസർവേഷൻ mention the 2 types of biodiversity conservation. 2 ടൈപ്പ് ഉള്ള ഇൻസിറ്റീവ് കൺസർവേഷനും എക്സിറ്റീവ് കൺസർവേഷനും എക്സാമ്പിൾസ് ഓർത്തിരിക്കണം. ഓക്കെ,
ഡിഫറൻഷിയേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഒരു ഏരിയ നോക്കാം. വീണ്ടും ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? യെസ്, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ക്രയോ പ്രിസർവേഷൻ മീൻസ് ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കൺസർവേഷൻ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ക്രയോ പ്രിസർവേഷൻ. അപ്പോൾ എന്താ ക്രയോ പ്രിസർവേഷൻ? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് എക്സിറ്റീവ് കൺസർവേഷൻ ആണ്. അറ്റ് ലോ ടെമ്പറേച്ചർ ദ ഗമീസ് ഓഫ് ത്രെട്ടൻഡ് സ്പീഷീസ് ക്യാൻ ബി പ്രിസർവ്ഡ് ഇൻ വയബിൾ ആൻഡ് ഫെർട്ടൈൽ കണ്ടീഷൻ ഫോർ ലോങ് പീരിയഡ്സ്. ഇതാണ് ക്രയോ പ്രിസർവേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഇത്രയും ഏരിയാസ് വളരെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. ലിസ്റ്റ് എനി 2 ways ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് അഫക്ട്സ് എനി റീജിയൻ. അഫക്റ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു റീജിയനെ ബയോഡൈവേഴ്സിറ്റി ലോസ് എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിൽ വരുന്നതാണ് നോക്കുക. ലിസ്റ്റ് എനി 2 ways ബയോഡൈവേഴ്സിറ്റി അഫക്ട്സ് ദ റീജിയൻ. അതിനകത്ത് വരുന്ന ഡിക്ലൈൻ ഇൻ പ്ലാന്റ് പ്രൊഡക്ഷൻ നമുക്ക് എഴുതാം. ലോവേർഡ് റെസിസ്റ്റൻസ് ടു എൻവയോൺമെന്റൽ ഡിസ്റ്റർബൻസസ്. എക്കോസിസ്റ്റത്തിന് ചെറിയ വേരിയേഷനെ പോലും ഒന്ന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ വരിക, അത് ബയോഡൈവേഴ്സിറ്റി ലോസ് കാരണം ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ്. ഇനിയും ഇൻക്രീസ്ഡ് വേരിയബിലിറ്റി ഇൻ സർട്ടൻ എക്കോസിസ്റ്റം പ്രോസസ്സസ്. എക്കോസിസ്റ്റം പ്രോസസ്സുകൾ പലതുണ്ട്, വാട്ടർ യൂസ്, അങ്ങനെ പല പല പ്രോസസ്സുകളുണ്ട്. ഈ പ്രോസസ്സുകളിലൊക്കെ വേരിയേഷൻ വരും. ഓക്കെ, അതാണ് ബയോഡൈവേഴ്സിറ്റി ലോസ് കാരണമുള്ള എഫക്ട്സ് എന്ന് പറയാം. എക്സ്പ്ലെയിൻ എനി 2 causes ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. 4 കോസസ് ഉണ്ട്, അതിലെങ്കിലും 2 എഴുതാം, ഓർത്ത് വെക്കാം. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, കോഎക്സ്റ്റിങ്ഷൻ, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഏലിയൻ സ്പീഷീസ് ഇൻവാഷൻ, പിന്നെ ഏതാ ആദ്യത്തെ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തേക്കുന്നത് പ്രധാനപ്പെട്ട ഏരിയ ഏതൊക്കെയാണ്? സുവോളജി ടോപ്പിക്സ് ആണ് അല്ലേ. ആദ്യത്തെ ചാപ്റ്ററുകളുണ്ട്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഇതിനകത്തൊക്കെ നമ്മൾ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സൊക്കെ കണ്ടോ? യെസ്, ഹ്യൂമൻ ഹെൽത്ത്, എവല്യൂഷൻ, ഇതിനൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ഒക്കെ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ റിവിഷൻ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. യെസ്, ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഈ ഏരിയാസ് ഒരു കാരണവശാലും ഒഴിവാക്കിയേക്കരുത് കേട്ടോ. ബാക്കി പഠിക്കണം, ഈ ഏരിയാസ് ഒരു കാരണവശാലും ഒഴിവാക്കരുത്. കാരണം സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിവിഷൻ ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും. വരുന്ന ബോർഡ് എക്സാമിന് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു ഓൾ.